ഇപ്പം നിങ്ങൾ കാണണത് 23-ാം തീയതി ഈവനിങ് ടൈമാണ് കേട്ടോ. 23-ാം തീയതി രാവിലെ മുതൽ ഞാൻ തറവാട്ടിലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ പല്ലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ പൊന്നൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവളെപ്പോഴാണ് ഇതൊക്കെ ഒപ്പിച്ചതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവളെന്നെ മാറ്റാൻ നോക്കിയതാണെന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അമ്മാമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവസാനം പറഞ്ഞു വേണ്ട. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ഇവളാക്കാനായിട്ട് പോണേക്ക് മുന്നേ ഷാനുട്ടനാക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ നീ ഇവിടെ നിൽക്ക്, നാളെ പോവാം. അപ്പോൾ അവൾ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവണം. അപ്പോൾ ഒന്നും എനിക്ക് കത്തിയുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഷാനുവിനെ കൊണ്ടുപോയത് അവന് നല്ല പനിയും വയ്യായ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അടങ്ങിയിരിക്കുമല്ലോ, എന്നെ കാണാതെ വിഷമിക്കില്ലല്ലോ എന്ന് വെച്ചാണ് അവനെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് 24-ാം തീയതി രാത്രി, അതായത് വെളുപ്പിന് 12 മണിക്കലത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് ശരിക്കും പേടിയായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റോഡ് സൈഡാണ്. 12 മണിക്ക് വാതിൽ ഇങ്ങനെ കൊട്ടുക. ആരാന്ന് ചോദിച്ചിട്ട് മിണ്ടല്ല. മറ്റേ ഹോളാണെങ്കിൽ ഇവർ അടച്ചു പിടിച്ചിരിക്കണം കേട്ടോ, നമുക്ക് കാണാൻ പറ്റാണ്ട്. അവസാനം ഇവരാന്ന് പറഞ്ഞപ്പോഴാണ് തുറക്കണേ. തുറന്നപ്പോൾ എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ഞാൻ ഈ വീഡിയോയുടെ മുമ്പ് അത്ര അധികം കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇതാണ്. എനിക്ക് ഇതിലും വിലപിടിപ്പുള്ള ഒരുപാട് ഗിഫ്റ്റ് ചേട്ടൻ തന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. പക്ഷെ ഇതിടാൻ കാരണം അങ്ങനത്തെ എന്താ പറയുക 12 മണിക്ക് വിഷ് ചെയ്യുക അതൊക്കെ വളരെ മോശമായിട്ട് കണ്ടിരുന്ന ഒരാളായിരുന്നു ആൾ ഇത്രയും കാര്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പർച്ചേസ് ചെയ്തതും അത് അത്രയും മുൻപേ പ്രിപ്പയർഡായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതും അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം സ്റ്റാറ്റസ് ഇട്ടത് കേട്ടോ. ഇതാണ് ആ വൈറൽ ഗിഫ്റ്റ് എന്ന് പറയണത്. ആക്ച്വലി അങ്ങനെ അത്രയും എനിക്ക് ടച്ചിങ് ആയി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്. അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ആൾ. അപ്പോൾ ആൾ ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്. അപ്പോൾ ദേ അന്ന് രാവിലെ, അതായത് വെളുപ്പിന് നമ്മളിതൊക്കെ കഴിഞ്ഞ് കിടന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ ചുക്ക് കാപ്പിയാണ് കുടിക്കുന്നത്. എനിക്ക് ഓൾറെഡി വയ്യായിക തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ രാവിലെ തന്നെ എനിക്ക് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ്, എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയും ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ സനീബ് മാമൻ്റെ കടയിൽ പോയി. അപ്പോൾ ബിരിയാണി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ചിക്കൻ വാങ്ങിക്കാനാണ് പോണത്. ഈ ചിക്കൻ വാങ്ങിച്ച് വന്ന് ചിക്കനും ബിരിയാണിയും വെക്കുമ്പോൾ തുടങ്ങി എനിക്ക് വയ്യായ്കയുണ്ട്. എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഒരു സ്ഥലത്ത് ഗുളിക കഴിച്ചുകൊണ്ട് ഇങ്ങനെ ചാരിയിരിക്കുന്ന ഒരു എന്താ പ്രതിമ അതുപോലെയായിരുന്നു ഞാൻ കേട്ടോ. എനിക്കതാണ് കുക്കിങ്ങോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കോലം കണ്ടോ, എനിക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ ഇങ്ങനെ വീർക്കും, ചീർത്തിരിക്കും, അല്ലെങ്കിൽ വണ്ണുണ്ട് ചീർത്തിരിക്കും. അപ്പോൾ അത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബർത്ത്ഡേ എൻ്റെ അത്രയും ആഘോഷമായിട്ടുണ്ടായിരുന്നു. ഷാനുട്ടനാണെങ്കിൽ കുറച്ചുകൂടി ഉഷാറായി ഉണ്ടായിരുന്നു കേട്ടോ. ചുമയുണ്ട്, എന്നാലും ആൾ കുറച്ചും കൂടെ തലേ ദിവസത്തേക്കാൾ ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് കളിക്കുകയാണ്. ഈ മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ അനിയത്തിമാരും അനിയന്മാരും ഉള്ളിടത്ത്, ഞങ്ങൾ ഒരുമിച്ച് ഗ്യാദർ ചെയ്യാറുള്ളിടത്ത് ഒരാളും കൂടെ പുതിയത് വന്നിട്ട് അതൊരു പ്രത്യേക ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എൻ്റെ അച്ചാച്ചനാണ് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവസാനം എല്ലാവരും പിരിഞ്ഞു. ഒരു 10:30 വരെ ഞങ്ങളെല്ലാവരും ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാൻ ചെറിയ വീഡിയോ ആണ്. എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഫസ്റ്റ് തന്നെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയുടെ മുന്നേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് അത്രയും സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു. എനിക്ക് വിലപിടിപ്പല്ല, അതിലപ്പുറം എന്നെ മനസ്സിലാക്കി എനിക്ക് അറിഞ്ഞു തന്നൊരു ഗിഫ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്. വേറെ കുടുംബ ബന്ധങ്ങളിലൊന്നും അത് ബാധിക്കരുത്. പല രീതിയിൽ പല കമൻസ് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. അല്ലാതെ വെറുതെ എനിക്കിത് പറയാൻ വല്ല വട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താണ്, ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ചെയ്യുന്നത് ഇതുവരെ പുറമെ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അതിലൊരു നാണക്കേടും തോന്നാറുമില്ല. അവരങ്ങനെ വിചാരിച്ചോട്ടെ, ആ ഒരു മൈൻഡിലായിരുന്നു. പക്ഷെ ഇതെനിക്ക് എന്തോ അത്ര ടച്ചിങ് ആയിപ്പോൾ പിന്നെ ഇവർ ഓൾറെഡി ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ അവരൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ഞാനും അത് ഇട്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളും ഇതുപോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക, ഇതിൽ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ എൻ്റെ എന്തായാലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ തന്നെ ആയിരുന്നു. ശരിക്കും എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിലും എനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ ഷാനിമോനുള്ളതിലും സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും കൂടെ ഇല്ലാത്തതിൽ നല്ല സങ്കടമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.